പ്രിയ മലയാളികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ചതയം ആഘോഷിക്കുകയാണ്. അപ്പോൾ ചതയ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഓണം ഏകദേശം ആഘോഷിച്ചു കഴിഞ്ഞു. ആരും സാമ്പത്തിക പ്രതിസന്ധിയിലായില്ലെന്ന് വിചാരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലായവർക്കെല്ലാം അതിൽ നിന്നും കരകയറാനുള്ള വഴി തെളിക്കുക എന്നുള്ളതാണ്. അത് ഈ ഓണവുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുള്ളവർക്കെല്ലാം സർക്കാരിൻ്റെ സംരക്ഷണം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എന്ന ആശയവുമായി ഞാൻ മുന്നോട്ട് വരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് നമ്മുടെ കേരളത്തെ ഇപ്പോൾ കാണുന്ന കേരളം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ വിദ്യാഭ്യാസം മാത്രമല്ല, സാമാന്യ ബോധമുള്ളവർ ധാരാളമാണ്. അതുപോലെ ഇവിടെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ വളരെയധികം കുറവാണ്. അതിനൊക്കെ കാരണം ഇതുപോലെയുള്ള നവോത്ഥാന നായകരാണ്. അതുപോലെയുള്ള ഒരു നവോത്ഥാന പ്രവർത്തനം തന്നെയാണ് സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എന്ന ആശയം. ഇതൊരു ആശയമാണ്. ഇത് നടപ്പിൽ വരുത്തേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ്. ഞാനപ്പോൾ അത് വ്യാപകമാക്കുന്നതിനായി ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതിലേക്ക് ധാരാളം പേർ സഹകരിക്കുന്നുണ്ട്. എനിക്ക് അവരോടെല്ലാം വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ കോൺട്രിബ്യൂഷനെല്ലാം സ്ക്രീൻഷോട്ടാക്കി ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് കൂടുതൽ സുതാര്യത നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ. അതുപോലെ ഞാൻ ഒരു കറണ്ട് അക്കൗണ്ട് കൂടി ഇത്തവണ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വദേശത്തും വിദേശത്തുമുള്ളവർക്കെല്ലാം ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഭാഗഭാക്കാകാവുന്നു. നമ്മുടെ 4 സ്കീമുകളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിരുന്നത്. അതായത് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ആശാ വർക്കർമാരുടെ സമരം ഏതാണ്ട് 200 ദിവസത്തിന് മേളിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവഗണന സംഭവിക്കുന്നത്? സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വന്നാൽ സർക്കാർ ജീവനക്കാർക്കും അല്ലാത്തവർക്കും ഏത് ജോലി ചെയ്യുന്നവർക്കും അവരുടെ പ്രായമോ എക്സ്പീരിയൻസോ വിദ്യാഭ്യാസമോ ഒന്നും ബാധകമാണ്. അവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അത് നമ്മൾ 1 ലക്ഷം രൂപയാക്കി നൽകി അവരുടെ സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നാണ് എൻ്റെ ആദ്യത്തെ സ്കീമിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ നടപടി. അധികാരത്തിൽ വന്ന അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും അതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും ഞാൻ അസംബ്ലിയിലേക്ക് ചേർത്തലയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഞാൻ ഇക്കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. അന്ന് 1 ലക്ഷം രൂപ എന്നുള്ളതല്ല, 30,000 രൂപ എന്നായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അത് മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചിലവുകൾ വർദ്ധിച്ചു വരികയാണ്. സാധനങ്ങളുടെ എല്ലാം വിലകൾ വർദ്ധിക്കുന്നു. സ്വർണത്തിൻ്റെയൊക്കെ വില ഇപ്പോൾ 90,000 വരെയൊക്കെയായി ഒരു പവനെന്നാണ് കേട്ടത്. ഞാൻ സ്വർണത്തിൽ താല്പര്യമുള്ള ആളല്ല, പക്ഷേ വാങ്ങാൻ താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ പെട്രോളിൻ്റെ, ഡീസലിൻ്റെയും മറ്റെല്ലാ വസ്തുക്കളുടെയും വിലകൾ കുതിച്ചു കയറുകയാണ്. വെളിച്ചെണ്ണയുടെ വില നമുക്ക് അത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അനുഭവസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിനെ നേരിടുന്നതിനായി നമുക്ക് സാമ്പത്തികമായ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ, സർക്കാർ അങ്ങനെ ഒരു സ്കീം ആസൂത്രണം ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. എത്ര വില വർദ്ധിച്ചാലും നമ്മളെ അത് ബാധിക്കുന്ന വിഷയമില്ല. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യും.
അപ്പോൾ ഇതിനുള്ള പണം എവിടെയാണെന്നാണ് പലരുടെയും ഡൗട്ട്. ഞാൻ വെറുതെ ഒന്ന് നമ്മുടെ ഈ ഇതൊന്ന് എടുത്തു നോക്കി, നെറ്റിലൊന്ന് പരതി നോക്കിയപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച 1956 നവംബർ 7 അതിൽ കാണുന്നത് 11.5 കോടി രൂപയോളം ആയിരുന്നു കേരളത്തിൻ്റെ പ്രഥമ ബഡ്ജറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ അവതരിപ്പിച്ചതെന്നാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് 1,98,000 കോടി രൂപ, അതായത് 2 ലക്ഷം കോടി രൂപയ്ക്ക് 2,000 കോടി രൂപയെ കുറവുള്ളൂ. ഇത്രയും എമൗണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? 2 ലക്ഷത്തോളം കോടി രൂപ ഈ വർഷം സർക്കാരിൻ്റെ ഖജനാവിലൂടെ കടന്നു പോകുന്നുണ്ട്. കൂടാതെ ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കമ്മി, അതായത് കടം ഏകദേശം 6 ലക്ഷം കോടിയോളം രൂപയാണെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇത്രയും കാശ് കടം വരുത്തിയത് എന്തിനാണ്? നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ സാമ്പത്തിക സുരക്ഷിതത്വം ഈ കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും വായ്പകളെ ആശ്രയിച്ചല്ല. നമുക്ക് 5 രൂപയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പേര് സോണിമോൻ കെ മാത്യു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു അത്ഭുത സംഭവം, അതായത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് നൽകി. ആ അത്ഭുത സംഭവത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ റിസോഴ്സ് വളരെ കുറവാണ്, പക്ഷേ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുകയാണ്, ആളുകളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി. അപ്പോൾ ഈ 1 ലക്ഷം രൂപ എന്നുള്ള സംഭവം ഈ ക്രിസ്തു ദർശനത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഞാൻ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് അത് ഒരു മാസം 1 ലക്ഷം രൂപ, അടുത്ത മാസം വേറെ 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ 2 ലക്ഷം രൂപ ആകത്തില്ല. മറിച്ച് ഓരോ മാസവും 1 ലക്ഷം രൂപ ചെലവഴിക്കാനുള്ള അവസരമാണ് സർക്കാർ നൽകുന്നത്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നെ ഈ സംഭവങ്ങളെല്ലാം, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കീം, നമ്മൾ കുട്ടികൾക്ക് 30,000 രൂപ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് തിരിച്ചടയ്ക്കേണ്ട വായ്പയല്ല, അത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വൃദ്ധരായ ആളുകൾക്ക്, അവർക്ക്, അല്ലെങ്കിൽ രോഗികൾക്ക്, ഇല്ലെങ്കിൽ വീട്ടമ്മമാർക്ക്, ജോലിക്ക് പോകാൻ കഴിയാത്തവർക്കെല്ലാം നമ്മളൊരു 30,000 രൂപ പ്രതിമാസം ചെലവഴിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇതൊന്നും തിരിച്ചടയ്ക്കേണ്ട വായ്പകളല്ല. അപ്പോൾ 3 സ്കീമായി, അതായത് 1 ലക്ഷം രൂപയുടെ പ്രതിമാസ വരുമാനം ജോലി ചെയ്യുന്നവർക്ക്, പിന്നെ 30,000 രൂപ പ്രായമുള്ളവർക്ക്, ഇപ്പോഴും കിട്ടിയിരിക്കുന്ന 1,600 രൂപയ്ക്ക് പകരം ഒരു ക്ഷേമ പെൻഷൻ പോലെ 30,000 രൂപ പ്രതിമാസം അവരുടെ അക്കൗണ്ടിലേക്കാണ് കേട്ടോ, ആർക്കും ക്യാഷായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതല്ല, അക്കൗണ്ടിലേക്ക്. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് നമ്മളാണ് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ, ഈ ഡിജിറ്റലൈസേഷൻ കൊണ്ടുള്ള യഥാർത്ഥ ഗുണം നമ്മുടെ നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നടക്കും. അതുപോലെ 3ാമത്തെ സ്കീം, കുട്ടികൾക്ക് 30,000 രൂപയോളം 30,000 രൂപ അവർക്ക് സ്കോളർഷിപ്പ് നൽകുകയാണ്. പ്രതിമാസമാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ, ഏത് അസുഖത്തിനും ഏത് സർക്കാർ ഹോസ്പിറ്റലിലോ മറ്റ് ഹോസ്പിറ്റലിലോ പോയാലും, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലും അതിൻ്റെ ചികിത്സാ ചെലവുകളെല്ലാം സർക്കാർ നടത്തുന്നതാണ്. കേരളത്തിൽ താമസിക്കുന്ന കേരളത്തിലുള്ള ആശുപത്രികളിൽ മാത്രമാണ് ഇതെല്ലാം ബാധകം. അത് നമ്മൾ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് അതേ നടക്കൂ. പക്ഷേ ഇതൊരു വലിയ സംഭവമായിരിക്കും, ഒരു വിപ്ലവം തന്നെയായിരിക്കും, ഇതൊരു നവോത്ഥാനമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളും അതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള ഒരു സംശയമുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, എല്ലാവരും നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെ, വ്യക്തിത്വമുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. അവർക്ക് നമ്മൾ പ്രത്യേക അധികാരങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ നിലവിൽ ജനകീയാസൂത്രണം എന്നുള്ളത് ഒരു തട്ടിപ്പ് പോലെയാണ്
അല്ലെങ്കിൽ ഒരു അധികാരമില്ലാത്ത ഒരു അവസ്ഥയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധികാരമാണ് അതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം തന്നെ. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ജനകീയാസൂത്രണം നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ് അംഗങ്ങളെ അവർക്ക് അവരുടെ ആ ജൂറിസ്ഡിക്ഷനിൽ ആ വാർഡിൽ ഒരു RDOയ്ക്ക് തുല്യമായ ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങളെല്ലാം നൽകുന്നതാണ്. അതായത് അവിടുത്തെ മണലെടുപ്പിന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ, അല്ലെങ്കിൽ അത് സ്റ്റേ കൊടുക്കാൻ, പോലീസ് ഉദ്യോഗസ്ഥരെ കൺട്രോൾ ചെയ്യാനും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ചെയ്യാനും, ഈവൻ സർക്കാരിൻ്റെ ആ മേഖലയിലുള്ള അവരുടെ ആ വാർഡിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയമപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ് ഓരോ വാർഡ് അംഗത്തിനും അല്ലെങ്കിൽ കൗൺസിലർമാർക്കും നൽകുന്നതാണ്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷന്മാർ, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർമാർ, ഇവർക്കൊന്നും നിലവിൽ പറയത്തക്ക അധികാരങ്ങളൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഓരോ സ്ഥാനങ്ങൾ അലങ്കരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവരുടെ ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ആ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ അവർക്ക് കളക്ടർക്ക് തുല്യമായ, ആ ഡിസ്ട്രിക്ട് കളക്ടർക്ക് തുല്യമായ ഒരു ക്വാസി ജുഡീഷ്യൽ പവർ കൊടുക്കുന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് അവരുടെ അധികാരങ്ങൾ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുന്നതാണ്. അപ്പോൾ ജനാധിപത്യം എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾക്ക് താഴെ തട്ടിൽ നിന്ന് തന്നെ വരുവാനായിട്ട് സാധിക്കും. നിലവിൽ ഈ ഇതുപോലെയുള്ള യാതൊരു കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാതെ തന്നെയാണ് ഈ പുതിയ സിസ്റ്റം നമ്മൾ നടപ്പിലാക്കുക. പിന്നെ നമ്മുടെ ഈ ക്രൗഡ് ഫണ്ടിങ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ധാരാളം പേർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 140 മണ്ഡലങ്ങളിൽ അടുത്ത തവണ നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കണമെന്നാണ്. അതുപോലെ നമ്മുടെ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് നമ്മുടെ താല്പര്യം. അതിനുവേണ്ടി എല്ലാവരും അണിചേരുക. നമ്മുടെ ഈ ഗൂഗിൾ പേ അക്കൗണ്ട് കൂടാതെ ഒരു കറണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ അത് താല്പര്യമുള്ള എല്ലാവരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ സർക്കാർ രൂപീകരിക്കാനുള്ള നിങ്ങളുടെ ഒരു കൈത്താങ്ങാണ്. ഇത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാത്തത് എന്തെന്നാൽ നിലവിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. പക്ഷേ ജനങ്ങളുടെ യാതൊരു പ്രശ്നങ്ങളിലും അവർ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളെ അവർ ഏറ്റെടുക്കുന്നില്ല. അവർക്ക് എലക്ഷൻ ജയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വമാണ് നൽകേണ്ടത്. ഇതിൽ ഞാൻ ഈ 4 സ്കീമിൽ പറഞ്ഞതിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. 4ാമത്തെ സ്കീം നമ്മൾ സാമ്പത്തികമായി പ്രതിമാസം 1,00,000 രൂപയ്ക്ക് മേളിൽ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് ഇളവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കീം. നമ്മുടെ ആദ്യത്തെ സ്കീം 1,00,000 രൂപ മിനിമം ശമ്പളം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. 2ാമത്തെ സ്കീമിൽ നമ്മൾക്ക് സീനിയർ സിറ്റിസണും, അതായത് ജോലി ചെയ്യാൻ കഴിവില്ലാത്തവർക്ക്, അതുപോലെ വീട്ടമ്മമാർക്ക്, അതുപോലെ കുട്ടികൾക്ക്, ഇവർക്കൊക്കെ 30,000 രൂപ. കുട്ടികളെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ സ്കോളർഷിപ്പും അല്ലെങ്കിൽ പെൻഷനും കൊടുക്കുക എന്നുള്ളതാണ്. 3ാമത്തത് നമ്മുടെ 1,00,000 രൂപയ്ക്ക് മേളിൽ പ്രതിമാസം വരുമാനമുള്ള ആളുകൾക്ക് അവർക്ക് ഇൻകം ടാക്സ് ഇളവ് കൊടുക്കുക. നമ്മുടെ ഈ സ്കീമിൽ ചേരുന്നവർക്ക് മാത്രമേ ഇതെല്ലാം ബാധകമുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം അവരുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ താല്പര്യമില്ലെങ്കിൽ നിങ്ങളോട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വെൽഫെയർ ആക്ടിവിറ്റീസ് നടപ്പിലാക്കണമെങ്കിൽ പോലും അത് നിങ്ങളുടെ കൺസെൻറ്റ് വേണം. ആ കൺസെൻറ്റ് തരുന്നവർക്ക് നമ്മൾ ഈ ഇൻകം ടാക്സ് ഇളവ് ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചാണ് നമ്മളത് ചെയ്യുന്നത്, നൽകുന്നതാണ്. സർക്കാരിൻ്റെ സ്കീമിൽ, ഈ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാരിൻ്റെ സ്കീമിൽ ചേരുന്നവർക്ക്. അതുപോലെ തന്നെ 4ാമത്തെ സ്കീമാണ് നമ്മുടെ ഹെൽത്ത് കവറേജ്, ഹെൽത്ത് ബെനിഫിറ്റ്സ്, എല്ലാവർക്കും സൗജന്യമായ ചികിത്സാ സൗകര്യം. അപ്പോൾ ഇതാണ്
ഞാൻ ഈ മൂന്നാമത്തെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ കാര്യം ഞാനതിൽ നിന്ന് ആദ്യത്തിൽ നിന്ന് വിട്ടുപോയതാണ്. ഞാനിപ്പോൾ കൂടി നിങ്ങളോട് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇനി ഈ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇതിൻ്റെ നേതൃത്വം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് ഏത് സ്കീമാണെങ്കിലും നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനോട് അഭിനിവേശമുണ്ടെങ്കിൽ, ഇതുപോലെയൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കൂ. നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ പോക്കറ്റുകളിൽ നിന്ന്, നിങ്ങൾ എത്ര കോടീശ്വരനാണെങ്കിലും നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്നും ഇതിനുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഈ സ്കീം നടപ്പിലാക്കാൻ ഒരു മാസം തന്നെ ഒരു 2 ലക്ഷം കോടിക്ക് അടുത്ത് രൂപ ആവശ്യമുണ്ട്. ഇത് നമ്മൾ ഒരു വ്യക്തി വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ ഒരു സർക്കാർ വിചാരിച്ചാൽ ഇത് നടക്കും. അതിനുള്ള പരിശ്രമമാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, 2 ലക്ഷം കോടി രൂപ ചിലവുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? അതിനുള്ള നിയമനിർമ്മാണം നമ്മൾ കൊണ്ടുവരും. അതിനുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും. ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തമുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ബലപരീക്ഷണമല്ല. അതൊന്നും ആവശ്യമില്ല. ഇത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള നിയമപരമായ മാർഗങ്ങളിലൂടെയുള്ള ഒരു വെൽഫെയർ സ്കീം മാത്രമാണ്. ഇത് നടപ്പിൽ വരുത്തുന്നത് നിയമനിർമ്മാണത്തിലൂടെ തന്നെയായിരിക്കും. ഇതിനു വേണ്ടി പുതിയ യാതൊരു ടാക്സുകളും ഇമ്പോസ് ചെയ്യുന്നതല്ല. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്, അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് ആർക്കും പ്രത്യേകമായ യാതൊരു സഹായം സർക്കാരിൽ നിന്നും, അതായത് ഈ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചാൽ അതിൽ നിന്നും യാതൊരു പ്രത്യേക സഹായവും ലഭിക്കുന്നതല്ല. ജനങ്ങൾക്ക് പൊതുവായി ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രമേ എല്ലാവർക്കും നൽകുകയുള്ളൂ. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ചിലർക്ക് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനായിട്ടൊരു മാർഗമായിട്ടൊക്കെ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ അത് അവരുടെ മാത്രം റിസ്ക് ആയിരിക്കും. നമുക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഞാനത് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ്. പിന്നെ ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ലഭിക്കുന്ന, നമ്മൾ രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻകം ടാക്സിൽ നിന്നും എക്സംഷൻ നിലവിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ടാക്സുകളും നമ്മൾ അടയ്ക്കുന്നതാണ്. അതായത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ നമ്മൾക്ക് താല്പര്യമില്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാരും ഇതുമായിട്ട് സഹകരിക്കണമെന്നും താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി പറയുകയാണ്. അതുപോലെ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. എല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് പൊതുജനങ്ങളായിട്ടുള്ള നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹകരണം ഇതിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നത് എൻ്റെ മാതാപിതാക്കന്മാരുടെ ചിത്രമാണ്. അവരുടെ നവോത്ഥാന നായകരിൽപ്പെട്ടവരാണ് അവർ. അതുകൊണ്ട് അവരുടെ ഫോട്ടോ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിമോൻ കെ മാത്യു.